ഒരു സർക്കാർ ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും? കണ്ടു നിൽക്കാനേ നമുക്ക് സാധിക്കൂ. അതാണിപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. വയനാട്ടിലുണ്ടായ വലിയ ഉരുൾപൊട്ടൽ 500-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേർ അനാഥരായി. അവിടേക്ക് പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര സംഘം പലതവണയായി എത്തി. ആ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും സഹായം ചെയ്യണമെന്നും കേരള സർക്കാർ അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നും പോയി ഇവിടെ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞാണ് പ്രധാനമന്ത്രി മോദി പോയത്. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്നല്ലേ? വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായി പറയുന്നുണ്ട്, ഫർദർ അണ്ടർ ദ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് SDRF, NDRF, there is no provision to declare any calamity as national disaster. ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്ന് മാത്രവുമല്ല, നേരത്തെ അനുവദിച്ച 388 കോടി രൂപ അതും SDRF വഴി സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇനി സഹായം കിട്ടാൻ പോകുന്നില്ലെന്ന് ചുരുക്കം. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു പോകുകയാണ് കേന്ദ്രത്തിന്റെ കടമയെന്നുമാണ് ഈ കത്തിൽ പറഞ്ഞു വെക്കുന്നത്. KV തോമസ് കേന്ദ്രത്തിന് നൽകിയ കത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇവിടെ വന്ന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുണ്ട്, സുരേഷ് ഗോപി. അദ്ദേഹം അടക്കം പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി, വീഡിയോ ഷൂട്ട് നടത്തി. ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലും നിറഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു സഹായവുമില്ല. ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ കേരളത്തിലേക്ക് വന്നത്? കേരളത്തിന്റെ അവസ്ഥ നേരിൽ കണ്ടിട്ടും നിങ്ങൾക്ക് ആ ദുരന്തത്തിൽ കേരളത്തിനൊരു കൈത്താങ്ങാകണമെന്ന് തോന്നിയില്ലേ? അതോ ഇത്രയൊക്കെ മതി എന്നുള്ളതാണോ? കേരളത്തെ എത്രയൊക്കെ അവഗണിച്ചാലും അവിടുത്തെ ജനം ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുണ്ടാകും. പക്ഷേ ഒരു ദുരന്തം വന്നാൽ അതിൽ നിന്ന് കരകയറാൻ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതാണ് കേരളത്തിന്റെ പ്രത്യേകതയും. ഒരു പക്ഷേ BJP സർക്കാരിന് ഇവിടെ അത്രമേൽ സ്വാധീനം ചെലുത്താനാകാത്തതും അതുകൊണ്ടാകും. NTV UAE to the world.